ഹായ് ഫ്രണ്ട്സ്, ഹോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ എൻ്റെ ഈ കൊച്ചു ചാനലൊന്ന് സബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. അതുപോലെ ഈ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്തെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3-4 സ്വീറ്റ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുകൊണ്ട് ഇന്ന് നല്ലൊരു മെഴുക്കുവരട്ടിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ പൊട്ടറ്റോ കൊണ്ടും ഒക്കെ നമ്മൾ മെഴുക്കുവരട്ടി തയ്യാറാക്കാറുണ്ടല്ലോ. എന്നാൽ ഇതുപോലെ സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ട് നമുക്കിതുപോലെ നല്ല മെഴുക്കുവരട്ടി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ വെന്ത് വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിനായിട്ട് ഒരു 2-3 പച്ചമുളക് വേണം. അപ്പോൾ ഞാനൊരു 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്, കീറി എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു 1.5 സവാളയും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. അതും കൂടെ എടുത്തതിന് ശേഷം നമുക്ക് സവാള നല്ല നൈസായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ സവാള എല്ലാം അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മാറ്റി വയ്ക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിക്കായി കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ ഈ സമയം നമ്മുടെ പൊട്ടറ്റോയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. വീണ്ടും നമ്മളിതൊന്ന് എണ്ണയ്ക്കകത്ത് ഇത് എടുക്കാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെന്ത് പോകരുത്. ഈ ഒരു പരുവത്തിന് വേണം. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ആകുമ്പോൾ തന്നെ 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സ്കിന്നെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. പക്ഷേ ഇങ്ങനെ എടുക്കുമ്പോഴതിന് കാണാനും ഒരു ഭംഗിയുണ്ട്. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് എല്ലാം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് നമുക്കിതുപോലെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടോ. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. കാരണം ഇതിന് തന്നെ നമ്മൾ മുളകൊക്കെ ചേർക്കുന്നുണ്ട്, നല്ല എരിവുണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ടോ കഴിക്കാൻ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. എരിവ് ചിലർക്ക് ഒരുപാട് ഇഷ്ടമുള്ളവരുണ്ട്, എരിവ് ഒട്ടും ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മുളകൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിലീഫും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ചെറിയൊരു മധുരവും ആ നല്ല എരിയും ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റായിട്ടോ. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചതച്ച മുളക്. അപ്പോൾ എരിവൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 2 ടീസ്പൂണോളം ചതച്ച മുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. സ്വീറ്റ് പൊട്ടറ്റോ നമ്മൾ ഉപ്പിട്ടാണ് പുഴുങ്ങി എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇതിനാവശ്യമുള്ള മാത്രം, ഈ സവാളയ്ക്കും ഇതിനാവശ്യമുള്ള മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഒരുപാട് തീ കൂട്ടി വെക്കണ്ട, മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അതിന് ശേഷം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ എരിവും ഉപ്പും ഒക്കെ ഈ പൊട്ടറ്റയ്ക്കകത്ത് നല്ലോണം പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് പുഴുങ്ങി കഴിക്കാൻ മാത്രമല്ല, ഇതുകൊണ്ട് പല റെസിപ്പി ഇതുകൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നല്ലപോലെ നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. സവാളയൊക്കെ നല്ലപോലെ വഴന്ന് ആ മുളകൊക്കെ അതിനകത്ത് പിടിച്ച് അടിപൊളിയായിട്ടുള്ള നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഇവിടെ
മെഴുക്കുവരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് മതിയാവും നമുക്ക് കഴിക്കാൻ കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ വെറുതെ കഴിക്കണമെന്നുള്ളവർക്ക് ഇതും കട്ടൻ ചായയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. വൈകിട്ട് 4 മണി പലഹാരമായിട്ടൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.